നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മൾ ചൂര എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് കാണിക്കും. ഇപ്പം ചൂര വെക്കാൻ നമ്മൾ ഒരു മൺചട്ടി എടുത്തു, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഞാൻ ഉലുവ ഇവിടെ കെട്ടി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പം കുറച്ച് ഉലുവ ഇട്ടു, ഒരു 3-4 അല്ലി ഇട്ടു. പിന്നെ നമ്മൾ ഇട്ടത് 1 മുറി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ഒന്നിട്ടും ഒന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ട അതൊന്ന് മൂത്തൊന്ന് ഒന്ന് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി നമുക്ക് ഒന്നോടൊന്ന് നല്ലോണം ആകട്ടെ. അപ്പം നമ്മുടെ മീൻ്റെ എല്ലാം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും പൊടി ഇട്ടു. പിന്നെ നമ്മളെന്ത് ചെയ്തു, ഒരു വലിയ ഒരു സ്പൂണിന് 2 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ടു. നമ്മൾ ചൂര വെക്കുന്നതുകൊണ്ട് അധികം നമുക്ക് ഇത് വേണ്ട, എന്താ മല്ലിപ്പൊടി വേണ്ട. അപ്പം നമ്മൾ മുളകെല്ലാം കിടന്ന് തിളയ്ക്കും. നമുക്ക് ഇച്ചിരി കായം ഇതിനകത്തിടാം. ചൂരയ്ക്ക് കേട്ടോ, ഒരു ശകലം കായം ഇട്ടിട്ട്. ഇനി നമ്മുടെ മീൻ നമുക്ക് ചൂര വേണ്ടതുണ്ട്, ഇച്ചിരി വെട്ട അത് നമ്മൾ അരിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ടെടുത്ത് ചൂര ആയതുകൊണ്ട് അങ്ങ് ഉറയ്ക്കും. തലയൊക്കെ ഞാൻ എടുത്തങ്ങ് മാറ്റി വെച്ചത്. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ലാഭത്തിൽ കിട്ടിയതുകൊണ്ട് ഒരുവിധം 2 വലുത് 300 രൂപയ്ക്ക് തന്നു. നമ്മുടെ ചൂര അധികം ഞാൻ വെള്ളം വെച്ചിട്ടില്ല, നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ ഈ മീനെല്ലാം ഒന്ന് ഞാനൊന്ന് പെറുക്കി എടുത്തു, എന്നിട്ട് നിങ്ങളെ കാണിക്കും. അപ്പം നമ്മുടെ ചൂരക്കറി എല്ലാം നല്ല വേവട്ടെ അവിടെ ഇരുന്ന് ഒരു 10-20 മിനിറ്റോളം അവിടെ ഇരിക്കും. അപ്പം നമ്മുടെ ചൂര ഞാനൊന്ന് തുറന്നു നോക്കി, എന്നിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഒന്ന് ചുറ്റി വെക്കാം, നല്ലോണം ഒന്ന് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പേരോട് ഞാനൊരു ഉള്ളി പൂരിക്ക് വഴറ്റി വെക്കും. ഞങ്ങളുടെ പാറക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. പാറക്കുട്ടി ഹലോ പറയണം ഗൈസിന്. നമ്മളപ്പം നേരത്തെ വെച്ച് അകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റി അതും കൂടെ ഇതിൻ്റെ ഉള്ളത്. അപ്പം നമ്മൾ ഉള്ളിക്കറിയും വെച്ചു, ചൂര നമ്മുടെ പറ്റി. ഇനി ശർക്കര ഉലുവാപ്പൊടിയും നമുക്ക് ഈ ചൂരയ്ക്ക് ഇടണം. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചൂരക്കറി വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി ഇതിന് ഞാനൊന്ന് കടുവും കൂടെ വറുത്തിയത്. അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കാൻ പോകാൻ മീനിനൊരു ശകലം കടുവ് വറുക്കണം. അപ്പം നമ്മൾ കടുവ് വറുത്തത് ഇതിനകത്തോട്ട് ഒഴിക്കും. മീനിനെല്ലാം നമ്മൾ കടുവൊക്കെ വറുത്തു. എല്ലാവരും ഇങ്ങനെ ഒന്ന്